ഞാൻ ഡോക്ടർ DRMSSUNIL. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി അവർക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോയുമായിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. വളരെ ഒരു മാനസിക ഉല്ലാസം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് കുറച്ച് സമയം മെനക്കെട്ടാൽ എങ്ങനെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെറിയൊരു വരുമാനം ഇതിൽ കൂടെ കിട്ടും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മറ്റൊന്നുമല്ല, കൊറിയേറ്റഡ് ഷീറ്റ് വെച്ച് ഒരു അക്വേറിയം ടാങ്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൊറിയേറ്റഡ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കടകളിൽ, അതായത് ഗ്ലാസ് മെറ്റീരിയൽസ് കിട്ടുന്ന കടകൾ, അലൂമിനിയം ഫാബ്രിക്കേഷൻ മെറ്റീരിയൽസ് വിൽക്കുന്ന കടകൾ ഒക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരിക. വെറും തുച്ഛമായിട്ടുള്ള പൈസ അതിനുള്ളൂ. 250 രൂപ മാക്സിമം, അത്രയും അതിന് വിലയുള്ളൂ. നമുക്ക് 3 വർഷം വരെ അതിനൊരു കേടും വരില്ല. ഈ മെറ്റീരിയൽ വെച്ച് നമുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ. ഇതിപ്പോൾ 4 വർഷത്തോളം എൻ്റെ വീട്ടിലിത് ഞാൻ മീനിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഈ ഓൺലൈൻ സംവിധാനത്തിൽ അവരുടെ പഠനം നടക്കുമ്പോൾ വിരസമായിട്ടുള്ള അവരുടെ ഇടവേളകൾ, വീട്ടിൽ അച്ഛനും അമ്മയുമായിട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ നേരിടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എൻഗേജ്മെൻറ്റ്, അപ്പോൾ ആ എൻഗേജ്മെൻറ്റിലേക്ക് നയിക്കുന്ന ഒരു ചെറിയൊരു അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് മാനസിക ഉല്ലാസം നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിൽ കൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ ടാങ്ക് നിങ്ങൾക്ക് അക്വേറിയം ടാങ്ക് കൂട്ടുകാർക്ക് വിൽക്കുകയോ 200 രൂപ മേടിക്കുകയോ എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അത് കൂടെ നിങ്ങൾ മേടിക്കേണ്ട, ചെറിയ ടാങ്കാണ്. അപ്പോൾ അതൊക്കെ അപ്പോൾ പല വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ മീനെ വളർത്തുന്നത്, ഓർണമെൻ്റൽ ഫിഷസ്, ചെറിയ മീന്, കൊച്ചു കുട്ടികളാകുമ്പോൾ അത് വലിയതിലേക്ക് പോകേണ്ട, ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങും. അതായത് ഗപ്പി പോലുള്ള, അല്ലെങ്കിൽ പ്ലാറ്റി, അല്ലെങ്കിൽ മോളി, ഇങ്ങനെയുള്ള ചെറിയ ഓർണമെൻ്റൽ ഫിഷസിനെ. അപ്പോൾ അതിന് വലിയ വിലയൊന്നും ആകത്തില്ല. അത് വളർത്തുക, പെട്ടെന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യും, ബ്രീഡ് ചെയ്തിട്ട് ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാകും. അത് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വിൽക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അടുത്ത ടാങ്ക് ഉണ്ടാക്കി അതിലിതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് പുതിയ പുതിയ പലതരത്തിലുള്ള ഗപ്പീസിൻ്റെ ബ്രീഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്കൊരു വരുമാനത്തിലുപരി കുട്ടികളെ സംബന്ധിച്ച്, ഇവരെ സംബന്ധിച്ചൊരു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അപ്പോൾ അതും ഇവരെ ഇത് സഹായിക്കും. അപ്പം അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ അക്വേറിയം ടാങ്ക് ഉണ്ടാക്കുന്നത്. അത് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് കനം കുറഞ്ഞൊരു അലൂമിനിയം കമ്പി വേണം. അതുപോലെ നീളമുള്ളൊരു ടേപ്പ് വേണം. ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മാർക്കർ, ഒരു കട്ടിങ് ബ്ലേഡ്, അതുപോലെ കട്ടിങ് പ്ലെയർ, ഇത്രയാണ്. അപ്പോൾ അതുപോലെ നീളമുള്ളൊരു കട്ടിയുള്ളൊരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു കൊറിയേറ്റഡ് ഷീറ്റ് എന്ന് പറയും. 6x4 കൊറിയേറ്റഡ് ഷീറ്റ് നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ കടകളോ അല്ലെങ്കിൽ ഗ്ലാസ് മെറ്റീരിയൽ കിട്ടുന്ന കടകളിലൊക്കെ ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് 4 അടി വീതി, മറ്റത് 6 അടി വീതിയുള്ളതാണ്. അത് ഒരു നീളമുള്ള അല്ലെങ്കിൽ ഒരു നിരപ്പായ പ്രതലത്തിൽ ഇട്ടതിന് ശേഷം ഈ ഷീറ്റിന് 2 വശത്തും, അതായത് നീളമുള്ള വശത്ത് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് 38 സെൻറ്റിമീറ്റർ 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യണം. അതായത് അത് ഒരെൻഡിൽ 38 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. അതിനുശേഷം അത് നീളമുള്ള വശത്ത്, ഇപ്പുറത്തെ സൈഡിലും അതേപോലെ നീളമുള്ള വശത്ത് നേരെ തിരിച്ചും 38 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആ മെഷർമെൻറ്റ് മനസ്സിലാവും. അപ്പം അങ്ങനെ നീളത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം 4 വശത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിൽ നീളമുള്ള വശത്ത് ഇങ്ങനെയുള്ള 38 സെൻറ്റിമീറ്റർ 2 സൈഡിൽ നിന്നും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പ്ലേറ്റ് ആ വരയിൽ, ആ പോയിന്റ്സിൽ
നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ വെച്ച് ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പം മാറിപ്പോകരുത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ മാർക്കർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു നീളത്തിലുള്ളൊരു ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റേ സൈഡിലും മറ്റേ വശത്തും ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നീളം കുറഞ്ഞ വശത്ത് അവിടെ ഇതുപോലെ 38 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ആ വശവും നമ്മൾ ആ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വരയ്ക്കുക. വരച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഉൾവശത്തായിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാവും, ഇത് കുറിയ വശം നമ്മുടെ ആ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അതിനുശേഷം അപ്പോൾ അതിനകത്തൊരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ളൊരു ഉൾവശത്ത് ഫോം ചെയ്യും. ഇതിൻ്റെ കോർണർ, ഷീറ്റിൻ്റെ കോർണർ ഉൾഫോമിൽ അല്ലെങ്കിൽ ഉൾവശത്തുള്ള റെക്റ്റാങ്കുലറിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റുമായിട്ട് ആ ഓരോ കോർണറും 4 കോർണറും ഇതേപോലെ റെക്റ്റാങ്കുലർ നടുക്കുള്ള റെക്റ്റാങ്കുലറിൻ്റെ എൻഡുമായിട്ട് ജോയിൻ ചെയ്യും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ 2 സൈഡിൽ അല്ലെങ്കിൽ ആ കുറിയ വശത്ത് 2 സൈഡിലും ഇങ്ങനെ കോർണർ ടു കോർണർ ജോയിൻ ചെയ്ത് കാണണം. അതുപോലെ അപ്പുറത്തെ സൈഡിലും ആ കുറിയ സൈഡിലും ഇതേപോലെ 4, അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ 4 കോർണേഴ്സിലും ഇങ്ങനെ ഡയഗണലായിട്ട് ഉള്ള ലൈൻ വരച്ചു വെക്കും. അതിന് ശേഷം ഇത് വീണ്ടും നിലത്ത് അതേപോലെ പ്രതലത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആ വരച്ച വരയിൽ കൂടെ പ്ലേറ്റ് വെച്ച്, അപ്പം അല്ലെങ്കിൽ ആ സ്കെയിൽ കട്ടിയുള്ളതായിരിക്കണം, നീളമുള്ള വശം അകത്തോട്ട് മടക്കുക. അപ്പോൾ ഇതിൽ പിടിച്ചോണം, ആ വശം മടക്കാൻ വളരെ ഈസിയാണ്. അപ്പം അങ്ങനെ 2 സൈഡും നമുക്ക് ഇതുപോലെ ആ റെക്റ്റാങ്കുലറിൻ്റെ 2 വശവും ഇതുപോലെ മടക്കി കഴിയുമ്പോൾ ബോക്സിൻ്റെ 2 വശങ്ങളായിട്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്കൊരു ബോക്സ്, ആ ബോക്സിൻ്റെ 2 നീളമുള്ള 2 വശം ഇങ്ങനെ സൈഡ് ഫോം ചെയ്യും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് കുറിയ വശമാണ്. അപ്പോൾ ആ കുറിയ വശം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വശം ഇതേപോലെ ഉള്ളിലേക്ക്, ആ സൈഡും ഉള്ളിലേക്ക് മടക്കണം. പക്ഷെ അതിച്ചിരി മറ്റേ സൈഡ് മടക്കുന്ന പോലെ ഈസി അല്ല, അല്പം ഇച്ചിരി കട്ടി തോന്നും. അപ്പോൾ ആരുടെയും സഹായം കൂടെ നമുക്കതിനകത്ത് ഉപയോഗിക്കാം. ഒരാളെയും കൂടെ വിളിച്ച് നമുക്കത് ഇതേപോലെ ഉള്ളിലോട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം, അല്ലെങ്കിൽ അതൊരു മടക്കൊക്കെ വീഴും. ചുളിവ് വീഴാതെ ഉള്ളിലോട്ട് അവിടെ മടക്കുക. അപ്പം 2 കുറിയ വശവും നമ്മൾ മടക്കി കഴിയും, അപ്പുറത്തെ സൈഡും ഇപ്പം ലോങ് സൈഡും പിന്നെ ഈ കുറിയ വശവും. അപ്പം മടക്കിയതിന് ശേഷം നമ്മൾ കോർണർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഈ റെക്റ്റാങ്കുലറിൻ്റെ കോർണർ. അപ്പോൾ ഈ കോർണറും ഇതേപോലെ ആ 38 സെൻറ്റിമീറ്റർ ഇതിൽ വലിപ്പത്തിൽ വരുന്ന കോർണർ ഇതേപോലെ ഈ പ്ലേറ്റ് അല്ലെങ്കിൽ സ്കെയില് ഉപയോഗിച്ച്, നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് ഇതേപോലെ മടക്കുക. മടക്കിയതിന് ശേഷം 4 സൈഡും അതേപോലെ മടക്കണം. മടക്കി ഇത് ഈ ബോക്സിൻ്റെ അല്ലെങ്കിൽ ഈ കോർണർ സൈഡ് വെളിയിലോട്ട് മടക്കുക. നമുക്ക് മടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് വെളിയിലോട്ട് ഇതേ രീതിയിൽ വീതി കുറഞ്ഞ വശത്തെ കോർണർ ഇങ്ങനെ മടക്കി നമുക്ക് ഇതേ ഷേപ്പിൽ കിട്ടും. അപ്പം ആ ലെയർ നോക്കിക്കോണം, മാറിപ്പോകരുത്. അപ്പം അതിന് ശേഷമാണ് നമ്മൾ അലൂമിനിയം കമ്പി 5 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ നമ്മുടെ സ്റ്റേപ്ലർ പിന്ന് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതായത് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റേപ്ലർ പിന്നിൻ്റെ ഷേപ്പിൽ അത് വളച്ചെടുക്കുക. ഇച്ചിരി ബലം പ്രയോഗിച്ച് അത് ഇതേ ഷേപ്പിൽ നമ്മൾ 4 പിൻ ഇതേപോലെ ഉണ്ടാക്കണം. 4 പിൻ ഉണ്ടാക്കിയിട്ട് ആ മടക്കിയ കോർണർ ആ സൈഡിൽ ഉള്ളിലോട്ട് എല്ലാ ലെയേഴ്സും വരുന്ന രീതിയിൽ ഒരു 1.5 ഇഞ്ച് താഴ്ചയിൽ മേൽ വശത്തുനിന്ന് താഴെയായിട്ട് അകത്തോട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റി നല്ലപോലെ അകവശം 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതേ ഈ കാണുന്ന രീതിയിൽ 2 സൈഡും പ്രസ് ചെയ്യുക. അപ്പോൾ അത് ബോക്സ് അതേപോലെ അങ്ങേ സൈഡിൽ ഇതേപോലെ ഇപ്പം ഇതേ രീതിയിൽ 2 പിന്നെ ഒരു വശം മറ്റേ സൈഡിലും 2 പിന്നെ നമ്മൾ വെച്ച് ഇപ്പോൾ ഒരു ബോക്സ് പോലെ ഫോം ചെയ്തു. ഇപ്പോൾ ഒരു നല്ലൊരു അക്വേറിയം, അതായത് 6x4 നല്ല വലിപ്പമുള്ളൊരു അക്വേറിയം നമുക്ക് ഇത് പണിയാൻ സാധിച്ചു. ഇത് നമുക്ക് മണ്ണിലോ ഇതേ കുഴിയെടുത്ത് ഇതേ ഷേപ്പിൽ മണ്ണിനകത്ത് കുഴിയെടുത്ത് ഇറക്കി വെക്കാം. അതല്ലെങ്കിൽ ചുറ്റും കട്ട വെച്ചുകൊണ്ട് ബലമായിട്ട് ചുറ്റും അത് ഫോൾഡ് ചെയ്ത് കൊണ്ട് അങ്ങനെ വെക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് ക്ലിയറായിട്ട് മനസ്സിലാക്കത്ത രീതിയിലുള്ളൊരു ഡിസ്പ്ലേ കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. 6x4 ഷീറ്റ് കൊണ്ട് പണിയാവുന്ന ഒരു അക്വേറിയം ടാങ്കാണ് ഞാൻ ആദ്യം കാണിച്ചത്. അത് പകുതിയാക്കി കഴിഞ്ഞാൽ 3x2 വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് നമുക്ക് ഇതേ ഷേപ്പിലുള്ള ഇതേ വലിപ്പത്തിലുള്ള 2 ടാങ്കുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആകൃതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ടാങ്കുകൾ നിങ്ങൾക്ക് വലിപ്പത്തിലും ഷേപ്പിലും മാറ്റം വരുത്തി നിങ്ങൾക്ക് അളവ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യസ്ത ആകൃതിയിലും ഒക്കെയുള്ള ടാങ്കുകൾ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക, ഒരു വരുമാനം ഉണ്ടാക്കുക. അതുപോലൊപ്പം തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം.